സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഈ സദസ്സിൽ മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ മുഖദ്ദസായ അർവാഹികളൊക്കെ പങ്കെടുക്കും. ഏതായാലും ഇവിടെ കുറേ ആളുകൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ, മുഅ്മിനീങ്ങളായ ആളുകൾ. ഇവരെ കൂടുതൽ ഔലിയാക്കന്മാരുണ്ടാവും, അതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാം പുറമെ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത, അതായത് നമ്മളെ കണ്ണ് കാണാൻ പറ്റിയ നിരക്കുള്ള കണ്ണല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെ കണ്ണിനൊരു പവിത്രത ഉണ്ട്. ആ പവിത്രത ഉണ്ടാക്കി തീർത്താൽ ആ കണ്ണുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയത് കാണാൻ പാടില്ല, അള്ളാഹു കറാഹത്താക്കിയത് കാണാൻ പാടില്ല, ഖിലാഫുൽ ഔലിയായി നിശ്ചയിച്ചത് കാണാൻ പാടില്ല. ഇതൊക്കെ കാണാത്ത ഒരു വിശുദ്ധമായ ഒരു കണ്ണാണ് നമ്മളെ കണ്ണു നോക്കുക. ആ നിലക്കുള്ള അവയവങ്ങളാണ് നമ്മളെ അവയവങ്ങൾ. ആ നിലക്കുള്ള ഒരു വിശുദ്ധി നമ്മളെ ഹൃദയത്തിന് ഉണ്ടാവുകയും ചെയ്താൽ ഇവിടെ ഒരുമിച്ച് കൂടിയ മുഖദ്ദസായ അർവാഹികളെ നമുക്ക് കാണാൻ കഴിയും. എന്തേ ഇവിടെ തന്നെയും മുഖദ്ദസായ അർവാഹുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് എന്നാണ്. ആലോചിക്കണം, ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ മരിച്ചു മൺമറഞ്ഞു പോയ മഹത്തുക്കളൊക്കെ കുനിയയിൽ വന്നു, അവിടെ നിൽക്കുകയാണ്, ഈ സദസ്സ് നിറയാണ് എന്നാണ്. എന്റെ റസൂലൊക്കെ ഇതില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ പ്രത്യേകതയൊന്നും ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞ വാചകം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, ഒരു മഖബറയിൽ ചെന്ന് നിന്നുകൊണ്ട് റസൂൽ പറഞ്ഞ വാചകം, അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഒരു മഖബറയിൽ ചെന്ന് സലാം പറഞ്ഞിട്ട് തന്റെ സ്വഹാബത്തിനോട് റസൂൽ പറഞ്ഞ വാചകമാണ്, വദിത്തു അന്നാ റഅയ്നാ ഇഖ്വാനനാ, എന്റെ സഹോദരങ്ങളെ കാണാൻ എനിക്ക് കൊതിയായി പോയി, എനിക്ക് വല്ലാത്ത കൊതിയായി പോയി എന്റെ സഹോദരങ്ങളെ കാണാൻ എന്ന് റസൂൽ പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, അവലസ്നാ ഇഖ്വാനക യാ റസൂലുള്ളാഹി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളല്ലയോ അങ്ങയുടെ ഇഖ്വാനുകൾ? നബി എന്താ പറഞ്ഞത്? അന്തും അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബികളാണ്. വഇഖ്വാനുന അല്ലദീന ലം യഅതു ബഅദ്, എന്റെ ഇഖ്വാനുകൾ എന്ന് പറഞ്ഞാൽ ഇതുവരെ ലോകത്ത് വരാത്ത മനുഷ്യരാണ്, അവരെ സംബന്ധിച്ചിടത്തോളം എന്റെ കാലശേഷം വരുന്നവരാണ്. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് എന്താ ചോദിച്ചത്? നബിയെ, കുനിയ സമ്മേളനത്തിൽ അവിടെ ഇതാ തങ്ങളുടെ സഹോദരങ്ങൾ വരുമ്പോൾ അവിടെ പോയി കാണാൻ പറ്റൂലേ എന്നാണോ ചോദിച്ചത്? ആണോ? സമസ്തയുടെ 100ാം വാർഷികം വരുന്നുണ്ട്, അവിടെ മുത്തുക്കോയത്തങ്ങൾ ഉണ്ടാകും, അതുപോലെ നമ്പർക്കടവ് പൈസ ഉണ്ടാകും, അതുപോലെ മുക്കം പൈസ ഉണ്ടാകും, സർവ്വശജറകളും ഉണ്ടാകും. ആ രൂപത്തിൽ എല്ലാ ആളുകളും അവിടെ വരുമ്പോൾ അവിടെ പോയി കണ്ടൂടെ എന്നാണോ സഹാബത്ത് ചോദിക്കുന്നത്? അല്ല, നേരെ മറിച്ച് സഹാബത്തിന് റസൂലുള്ളാഹിയുടെ വിവരണം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്റെ സ്വഹാബത്ത്, എന്റെ ഇഖ്വാനുകളായ ആളുകൾ, അവരെ കാണാൻ ദുനിയാവിൽ വെച്ച് കഴിയില്ലല്ലോ എന്ന വേദനയാണ് പ്രവാചകൻ പ്രകടിപ്പിക്കുന്നത്. അവരെ ആഖിറത്തിൽ വെച്ചല്ലേ കാണാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, കൈഫ തഅരിഫു മൻ ലം യഅതി ബഅദു മിൻ ഉമ്മതിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ ഉമ്മത്തിൽ നിന്ന് താങ്കളുടെ ശേഷം വരുന്ന ആളുകളെ കണ്ടാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയോ? അവർക്ക് ബാഡ്ജ് ഉണ്ടാവും. 100ാം വാർഷികത്തിന്റെ ബാഡ്ജ് അവർക്കുണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ? ഒരിങ്ങനെ ഉസ്താദിന്റെ പ്രസംഗം കേട്ട് ആവേശത്തോടെ തക്ബീർ വിളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകൂലേ? ഇതാണോ റസൂൽ പറയുന്നത്? അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അതേ അറഅയ്ത ലൗ അന്ന റജുലൻ ലഹു ഖൈലുൻ, അതേ ഉർറും മുഹജ്ജലത്തുൻ ബൈന ളഹറി ഖൈലിൻ ദുഹുമിൻ അലാ യഅരിഫു ഖൈലഹു, അതേ കുറെ കുതിരകൾ ഇങ്ങനെ നിൽക്കുകയാണ്, ആ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്ന് ചോദിച്ച നേരത്ത് സ്വഹാബത്ത് പറയാണ്, കുറെ കറുത്ത കുതിരകൾക്കിടയിൽ കൈകാലുകൾ വെളുത്ത കുതിരകൾ നിന്നാൽ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് സ്വഹാബത്ത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്, ആഖിറത്തിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വരുന്ന നേരത്ത് വുളൂഇന്റെ അവയവങ്ങൾ പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും അവർ വരിക. ആ സന്ദർഭത്തിൽ എന്റെ സഹോദരങ്ങളെ, എന്റെ ഇഖ്വാനുകളെ ഞാൻ അങ്ങനെ തിരിച്ചറിയുമെന്ന് ഹബീബുൽ വറ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം